ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള നിയമസഭയിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷം. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. അമർനാഥ് തീർത്ഥാടകരുടെ ആദ്യ സംഘത്തിന്റെ യാത്ര ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യതലസ്ഥാനത്ത് ജനജീവിതത്തെ ബാധിച്ച് കനത്ത മഴ. ഡൽഹി വിമാനത്താവളത്തിൽ ഒന്നാം ടെർമിനലിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിലും മഴ തുടരുന്നു. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണാഫ്രിക്കയുമായുള്ള പോരാട്ടം നാളെ രാത്രി 8 മണിക്ക്. വാർത്തകൾ വിശദമായി. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ലോക്സഭ 12 മണിവരെ നിർത്തിവയ്ക്കുന്നതായി സ്പീക്കർ അറിയിച്ചു. പിന്നീട് സഭ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സഭാ സമ്മേളനം തിങ്കളാഴ്ച തുടരും. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് നടക്കാനിരിക്കെയാണ് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും ഇന്നലെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 111ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത് ലഭ്യമാകും. പ്രാദേശിക ഭാഷകളിലും പരിപാടി കേൾക്കാവുന്നതാണ്. ഖാദി ബോർഡ് വൈസ് ചെയർമാനെതിരെയുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സണ്ണി ജോസഫാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത്. എന്നാൽ ചട്ടപ്രകാരമല്ലാത്തതിനാൽ നോട്ടീസ് നിരസിക്കണമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ നോട്ടീസ് നിരസിച്ചു. ഇതുപോലുള്ള വിഷയങ്ങൾ മുൻപും സഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വാക്കൌട്ടിന് മുൻപ് പറഞ്ഞു. പഠനത്തോടൊപ്പം തൊഴിലിനുമായി വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രവാസി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി എം.ബി. രാജേഷ്. വിദ്യാർത്ഥികളുടെ പഠന അംഗീകാരവും ജീവിത സുരക്ഷയും വിവരശേഖരണവും ഉറപ്പാക്കുന്ന വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ലോക കേരള സഭയിൽ സാധാരണക്കാരായ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയതായി മന്ത്രി പറഞ്ഞു. പ്രവാസികളുടെ വിവരശേഖരണത്തിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം എത്രയും വേഗം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴി വർഗീയ പ്രചാരണത്തിന് ശ്രമിച്ചത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ശ്രീ എം.ബി. രാജേഷ് വ്യക്തമാക്കി. പോസ്റ്റ് പിൻവലിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ഫേസ്ബുക്ക് അധികൃതരുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി സഭയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തവും സുസ്ഥിരവുമായി മുന്നേറുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. രാജ്യത്തെ വാണിജ്യ ബാങ്കുകളുടെ മൊത്ത നിഷ്ക്രിയ ആസ്തി കുറഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ഭൌമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും സാമ്പത്തിക സ്ഥിതിയിൽ സുസ്ഥിരത തുടരുന്നെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് അമർനാഥ് തീർത്ഥാടകരുടെ ആദ്യ ബാച്ച് പുറപ്പെട്ടു. ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തീർത്ഥാടനത്തിനായി ഇത്തവണയും ജമ്മുകാശ്മീർ ഭരണകൂടം ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും സുരക്ഷ വർദ്ധിപ്പിച്ചതായും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു. കാശ്മീർ താഴ്വരയിലെ ശ്രീ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനം നാളെ പകൽഖാം, ബാൽതൽ ബേസ് ക്യാമ്പുകളിൽ നിന്ന് ആരംഭിക്കും. ഇതിനായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ജമ്മുവിലെത്തിയത്. സുരക്ഷ ശക്തമാക്കുന്നതിനും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ദേശീയപാതകളിൽ CCTVകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നൽകിയ ജാമ്യാപേക്ഷയാണ് ജാർഖണ്ഡ് ഹൈക്കോടതി അംഗീകരിച്ചത്. കഴിഞ്ഞ ജനുവരി 31-നാണ് ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത 4 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരമേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സൌരാഷ്ട്ര, കേരളം, ദക്ഷിണ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, തീരദേശ കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശിന്റെ തീരമേഖല, ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 4 ദിവസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ചൂട് തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതിനിടെ ഇന്ന് രാവിലെ ഡൽഹി വിമാനത്താവളത്തിലെ 1ാം ടെർമിനലിൽ മേൽക്കൂര തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 8ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1ാമത്തെ ടെർമിനലിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റിന്റെ എല്ലാ വിമാനങ്ങളും ടെർമിനൽ 3ൽ നിന്ന് പുറപ്പെടും. ഇൻഡിഗോയുടെ സർവീസുകൾ ടെർമിനൽ 2ലും 3ലുമായി നടക്കും. സംഭവത്തെ ഗൌരവമായാണ് കാണുന്നതെന്ന് വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു റാംമോഹൻ നായിഡു മാധ്യമങ്ങളോട് പറഞ്ഞു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. കേരളത്തിൽ കനത്ത മഴയിൽ വ്യാപക നാശം. തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി. ഇന്ന് ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളൈക്കടവ് സ്റ്റേഷൻ, പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറ സ്റ്റേഷൻ, തുമ്പമൺ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കേന്ദ്ര ജല കമ്മീഷൻ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കരമനയാർ, അച്ചൻകോവിലാർ, മണിമലയാർ എന്നിവയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്സിന്റെ സഹകരണത്തോടെ കാഴ്ച പരിമിതിയുള്ളവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പരിപാടി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ പങ്കെടുത്തു. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. ഇന്നലെ നടന്ന സെമിയിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ വിജയം. നാളെ ബ്രിഡ്ജ് ടൌണിൽ നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. കർണാടകയിലെ ഹവേരി ജില്ലയിലെ ബൈഗ്ഗി താലൂക്കിൽ ഗുണ്ടേനഹള്ളി ക്രോസിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് ടെമ്പോയിലുണ്ടായിരുന്ന 13 പേർ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. പൂനെ ബംഗളൂരു ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ശിവമോഗ ജില്ലയിലെ ഹോളഹോനൂരിലെ യമ്മിഹട്ടി ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് മരിച്ചത്. സവദത്തി ഏലമ്മ ദേവി ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു അപകടം. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും മടങ്ങിവരവ് ഇനിയും നീളുമെന്ന് സൂചന. ഈ മാസം 5-ന് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകത്തിലാണ് 8 ദിവസത്തെ ദൌത്യത്തിനായി ഇവർ യാത്ര തിരിച്ചത്. വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ പേടകത്തിന് ഹീലിയം ചോർച്ചയുണ്ടായിരുന്നതായി നാസയ്ക്കും ബോയിങ്ങിനും അറിവുണ്ടായിരുന്നെന്നും അത് അവഗണിച്ചാണ് വിക്ഷേപണം നടത്തിയതെന്നും ആരോപണമുണ്ട്. ഇതിനു മുൻപ് 2 തവണ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും പിന്നീട് റദ്ദാക്കുകയായിരുന്നു. യാത്രികർ ജൂലൈ 6-ന് മടങ്ങിവരുമെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അമേരിക്കയിൽ പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക്കൻ എതിരാളിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും ആദ്യ സംവാദം നടത്തി. തന്റെ ഭരണകാലത്തെ സമ്പദ്വ്യവസ്ഥയെ പ്രകീർത്തിച്ച മുൻ പ്രസിഡന്റ് ട്രംപ് കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്തത് പ്രത്യേകം പരാമർശിച്ചു. താൻ പ്രസിഡന്റ് പദവിയിലെത്തുമ്പോൾ തകർന്നതും തൊഴിലില്ലായ്മ നിരക്ക് 15%-ലെത്തിയതുമായ സമ്പദ്വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്ന് ബൈഡൻ പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം തുടങ്ങിയ വിഷയങ്ങളും സംവാദത്തിൽ പരാമർശിക്കപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരള നിയമസഭയിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാനെതിരെ ആരോപണങ്ങളുമായി പ്രതിപക്ഷം. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ വാക്കൌട്ട്. അമർനാഥ് തീർത്ഥാടകരുടെ ആദ്യ സംഘത്തിന്റെ യാത്ര ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യതലസ്ഥാനത്ത് ജനജീവിതത്തെ ബാധിച്ച് കനത്ത മഴ. ഡൽഹി വിമാനത്താവളത്തിൽ 1ാം ടെർമിനലിന്റെ മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരിച്ചു. കേരളത്തിലും മഴ തുടരുന്നു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണാഫ്രിക്കയുമായുള്ള പോരാട്ടം നാളെ രാത്രി 8 മണിക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.